ഇന്ന് കണ്ടോ, മുറ്റം മുഴുവൻ കാക്കകൾ. എന്തിനു വേണ്ടിയാണ് ഇത്രയും കാക്കകൾ? ഈ അടുത്ത കാലത്തൊന്നും ഈ തിരുവില്ലാമലയിൽ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ കാക്കകൾ ഇങ്ങനെ വരുന്നത് എന്ന് അറിയുന്നില്ല. എവിടേക്കോ എന്തൊക്കെയോ ചീനും നാറുന്ന മണങ്ങൾ, അതിൽ ഇടയിൽ ചറപറ മഴ പെയ്യുന്ന ചെറിയ മഴകൾ. വേറെ ദിക്കിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, വെള്ളപ്പൊക്കം, മതിലിടിച്ചത്, ഉരുൾപൊട്ടലൊക്കെ. അതിൻ്റെ ഇടയിൽ സുന്ദരമായി നിൽക്കുന്ന ചെമ്പരത്തിപ്പൂക്കൾ. ഇടയിൽ കൂടി നോക്കിയാൽ കാണാം മഞ്ഞ നിറത്തുള്ള ചിത്രശലഭങ്ങൾ. എന്തൊക്കെ പറഞ്ഞാലും ശരി, കാക്കയൊന്ന് വിരിച്ചു. കദളിവാഴ കയ്യിൻ്റെ അടുത്ത്, കദളിവാഴ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് പൂവൻ വാഴയുടെ അടുത്തിരുന്ന് കാക്കയൊന്ന് വിരുന്ന് വിളിക്കാൻ വന്നതാണോ, വിരുന്ന് കൂടാൻ വന്നതാണോ എന്നൊന്നും അറിയില്ല. കാക്കകളുടെ ശല്യം, അതിലെ പറക്കലും. ഒരുപാട് കൊല്ലങ്ങളായി ഇത്രയും അധികം കാക്കകൾ ഈ മുറ്റത്ത് വന്നിട്ട്. മയിലുകൾ വരാറുണ്ട്, ഇന്ന് മയിലുകളെ കാണാനില്ല. എന്തുകൊണ്ടാണ് ഇന്ന് മയിലുകൾ വരാത്തതെന്ന് വെച്ചാൽ, ചൂലനൂർ മയിൽ സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ മയിൽ സങ്കേതമാണ്. വന്യമൃഗ സംരക്ഷണ പക്ഷി സങ്കേതം കൂടിയാണ്. അതുകൊണ്ട് മഴ പെയ്തപ്പോൾ അവരെല്ലാം അങ്ങോട്ട് പോയതായിരിക്കും. എന്നാൽ ഞാൻ പോയി സുഖമല്ലേ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് ഇതോട് കൂടി പറക്കണ ആ പൂമ്പയറ്റോടുകൂടി ചോദിച്ചപ്പോൾ, നിങ്ങൾ എന്നെ മറന്നില്ലേ എൻ്റെ കൂട്ടുകാരെ എന്ന് പറഞ്ഞ്, നമുക്ക് ഒത്തുചേരാം, ഒരുമിച്ചൊരു സ്കൂളിൽ പഠിച്ചതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാക്കകൾ. പല സ്കൂളുകളിലേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് പോയി ചേരുന്ന കുട്ടികൾ, പല ജോലികളിലും ഏർപ്പെടുന്ന ആ പൂമ്പാറ്റ കുട്ടികളെ നിങ്ങൾ കാണും. എന്തൊരു ഭംഗി! അവർ ഓരോ പൂക്കളും തിരഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഏത് വിഷയമെടുത്ത് പഠിച്ചാലാണ് കൂടുതൽ മാർക്ക് കിട്ടുക എന്ന് പാരൻസിൻ്റെയും കുട്ടികളുടെയും ചിന്തയിൽ ഒന്നും വളരാതെ അവരുടെ പാട് നോക്കി സ്വന്തമായി പറന്ന് നടന്ന് തൊഴിലുകളും ഇതും പോണു. എല്ലാ സ്ഥാപനങ്ങളും ഫ്രഷേഴ്സിനെ മാത്രം മതി, എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിനെ ആണ് അവർ ആവശ്യം. ഫ്രഷേഴ്സ് വേണ്ട. പറഞ്ഞ് മടക്കി അയക്കുന്ന ഇൻ്റർവ്യൂ ബോർഡുകൾ അതാണ് കാണുന്നത്. കൂട്ടത്തിൽ അതാ ഇൻ്റർവ്യൂ നടത്താൻ വന്നിരിക്കുന്ന ചെമ്പോത്തുനെയും നിങ്ങൾക്ക് കാണാം. അയാളാണ് മാനേജർ. കണ്ടപ്പോഴേക്കും ഓടിപ്പോയി.